ഇന്ന് നമുക്ക് കണവ കൊണ്ടൊരു റെസിപ്പി നോക്കിയാലോ. കണവ വഴട്ടിയതെന്നോ കണവ റോസ്റ്റെന്നോ കണവ പെരട്ടെന്നോ ഒക്കെ പറയാം. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയാണ്. അതിലേക്ക് നമുക്കൊരു കൂട്ട് തയ്യാറാക്കി ചേർക്കണം. അതിന് വേണ്ടുന്നത് കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കണവയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില നമുക്കിട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ കണവ മസാല ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. അല്പസമയം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കണവ വഴട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അല്പം വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ പറ്റിയ സൂപ്പർ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്